എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഫ് യു ഡു നോട്ട് നോ ഹൗ ടു ജഡ്ജ് സീക്ക് അഡ്വൈസ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉപദേശം തേടുക. ആരുടെ ഉപദേശമാണ് തേടേണ്ടത്? ഒരു പക്ഷേ നമുക്ക് നല്ലപോലെ അറിയുന്ന, നമുക്ക് വിശ്വാസമുള്ള, അത്യാവശ്യം അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പല പല പുസ്തകങ്ങൾ ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അതിന് ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെക്നോളജി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിലും ചോദിക്കാം. പക്ഷേ ഗൂഗിൾ ഒരു മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സഹായം തേടാവുന്നത് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്നുമാണ്. ഇപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ന്യായാധിപൻ, ഒരു ജഡ്ജ് എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ ചിലപ്പം പല ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പല പുസ്തകങ്ങളും റെഫർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതേപോലെ നമുക്കും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് ഒരു മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും അനുഭവസ്ഥരായിട്ടുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ ചോദിക്കുക. ആ ചോദിക്കാനുള്ള മനസ്സ് വേണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളൊരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മടി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ബുദ്ധിമുട്ട് വരുന്ന കാര്യം വെച്ചാൽ, ഞാനിതെങ്ങനെയാണ് എൻ്റെ താഴെയുള്ള ആളുകളോട് ചോദിക്കുക എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ താഴെയുള്ള ആളുകളാണെങ്കിൽ പോലും, വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കും നമ്മൾ അനുഭവിക്കാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രായമുള്ള ആളുകളോട് തന്നെ ചോദിക്കണം എന്നില്ല, ഒത്തിരി പഠിത്തമുള്ള ആളുകളോട് തന്നെ ചോദിക്കണം എന്നില്ല. നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആരോട് വേണമെങ്കിലും ഈ സംശയങ്ങൾ നമുക്ക് ചോദിക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പലരിൽ നിന്നും പല സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പക്വതയുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ ഓർക്കുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ സഹായം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ പരസ്പരം അന്യോന്യം നമുക്ക് സഹായിച്ച് തന്നെ മുന്നോട്ട് ഒന്നിച്ച് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.